ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ചാനലിൻ്റെ പേര് ഉദയം എന്നുള്ളത് ഉണ്ണി വീടെന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു കുമ്പളങ്ങ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 250 ഗ്രാം കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴയകാല ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങയ്ക്ക് ഇത്തിരി കൊഴുപ്പ് വേണ്ടേ, അതിന് ഞാൻ 1 സ്പൂണോളം പരിപ്പ് കുതിർത്ത് വെച്ചു. അതിൻ്റെ പുളിക്ക് ഇത്തിരി പുളിയും വേണമല്ലോ ഈ കറിക്ക്. അതിനൊരു കഷ്ണം മാങ്ങ, ഒരു പൂള് മാങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങയെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ട് നമ്മളിതൊരു കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്ത് ആ കുമ്പളങ്ങ കഷ്ണവും ആ പരിപ്പും അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. പിന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് തേങ്ങ, ഒരു 1/4 സ്പൂൺ നല്ല ജീരകം, ഒരു 2-3 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഒരു ജാറിലിട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അരപ്പ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഈ അരപ്പ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളുടെ കുമ്പളങ്ങ വെന്തോ എന്ന് നോക്കാം. 2 അടി അടിച്ചപ്പോൾ തന്നെ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു സാധാരണ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഈ മാങ്ങ അങ്ങ് വേകും. പിന്നെ നമുക്ക് വെയിറ്റിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് മാങ്ങയും കുമ്പളങ്ങയും പരിപ്പും എല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലൊഴിച്ച് അതിനാവശ്യമുള്ള വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ചെറിയ തീയിൽ വേണം ഈ കറി ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാനായിട്ട്. അധികം തിളച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ അരയ്ക്കുന്ന കറികൾ പതഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ കറി ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 2-3 ഉണക്കമുളക് മുറിച്ചത് വിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവയും കൂടി അതിനകത്ത് ചേർത്ത് 2 ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് ഈ താളിപ്പ് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് പച്ച കരിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഉണക്കം മുരിങ്ങയിലയാണ് ഞാൻ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തത്. കുമ്പളങ്ങ ഒഴിച്ച് കറി റെഡിയായിട്ടുണ്ട്.